അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക.
ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ ആമേൻ. എന്നിപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് 6:45 വചനങ്ങൾ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴും കർത്താവ് നമ്മൾ ഇന്നലെ കണ്ട ഭാഗങ്ങളുടെ ബാക്കിയാണ്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം എനിക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കണ്ടാ, ഇതൊരു ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. അത് ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ പോയി ഈ സുവിശേഷം വരെ ചെയ്യത്തില്ലേ. അപ്പം നമ്മളെ സ്ഥിരം സഹായിക്കണ കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവുകയും. അപ്പം അവരൊക്കെ വിമാനത്താവളത്തിൽ പിരിയണവർക്ക് അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവർക്കിങ്ങനെ അവസാനം വരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുക, നമ്മൾ പോയി മറയണവരെ. അപ്പം കർത്താവ് ഇവരെ ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞില്ലേ. അപ്പം യാത്ര പറയുന്ന ഒരു മാനുഷികതയാണത്. ശരിക്കും യാത്ര പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന്. ഓ, ഇതാണ് രസം. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് നമ്മുടെ വള്ളത്തിനെതിരെ വരുന്ന കാറ്റ് പ്രതികൂലമാണെന്നും നമ്മൾ വഞ്ചി തുഴഞ്ഞ് തളരുന്നെന്നും അവരും മനസ്സിലാകുന്നുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ മനസ്സിലാകുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയത്തില്ലേ, ഓ നമ്മളെന്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഓ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാലും. ഇങ്ങനെ കുറേ പിശാചുക്കളുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ. അത് പ്രാർത്ഥിക്കാതിരിക്കുക. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല, വരമില്ല. പ്രാർത്ഥിക്കാൻ ആവശ്യം വിശ്വാസമില്ല. പ്രാർത്ഥിച്ച് പലപ്പോഴും പണിമേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാര്യം? വെടിപ്പും മെനയല്ലാത്ത ജീവിതം കാരണം പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുട്ടാപ്പൊക്കെ പറയണത്. എന്താണ് പറയണത്? ഓ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ. അങ്ങനെയല്ല, ദൈവത്തിന് അറിയാമെങ്കിൽ ഇതുപോലെ ഇരിക്കും. എന്താണ്? അവർ വഞ്ചി കാറ്റ് പ്രതികൂലമാണെന്ന് അവനെ അറിയാം. അവർ വഞ്ചി തുഴഞ്ഞ് തളർന്നെന്ന് അവനെ അറിയാം. അറിഞ്ഞിട്ട് എന്താ കാര്യം? അറിയണ കൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെന്താണ് ഇവരുടെ റെസ്പോൺസ് ഇല്ലാത്തോളം കാലം നമ്മുടെ അറിവുകൾക്ക് വലിയ കർത്താവിൻ്റെ അറിവിന് വലിയ പ്രാധാന്യമില്ല. ഇവിടെ എന്താണ് ഇവരുടെ അതായത് അവൻ കടലിൻ്റെ മീതെ അവനെന്ത് മെഷർമെൻറ്റും എടുക്കുകയും അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന ആളാണ്. അപ്പം അവൻ എന്ത് അറ്റകൈ എടുക്കും? അവൻ അറ്റകൈ എടുക്കുകയാണ്. കടലിന് മീതെ നടന്നു വന്നാണെങ്കിലും രക്ഷിക്കാൻ അവൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം അതിന്. അതാ നിർബന്ധം. എന്താ? അവൻ കടലിന് മീതെ നടന്നു വന്നെങ്കിലും അവനെന്താ ചെയ്യണത്? നേരെ വന്ന് വള്ളത്തേക്കറിയിലേക്ക് ചെയ്യണത്. അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ഭാവിച്ചെന്ന്. അതാണ് ഏറ്റവും വലിയ രസം. ദൈവം ഇങ്ങനെ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കും. എന്തിനാണ്? അത് പറ്റിപ്പല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കും വിചാരിച്ച് അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. അപ്പൊ ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഇവർക്ക് അവര് വഞ്ചി തുഴഞ്ഞ് തളരുകയാണ്. അതിനിടയ്ക്ക് എന്താണ് കടലിൽ മീതെ കൂടി ഒരു ഭൂതം കൂടി പോവുകയാണ്. അപ്പോൾ ഇരട്ടി പ്രശ്നമായി. അതൊരു അവർക്ക് ഒരു വികാര വിക്ഷോഭമായ റെസ്പോൺസ് ഉണ്ടായി. എന്താണ്? അവർ നിലവിളിച്ചു വന്ന്. അപ്പോൾ ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവും. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് വരും. അപ്പം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കണം. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഭാഗത്തു നിന്ന് വിശ്വാസപരമായ റെസ്പോൺസാണ് വിഷയം. അവർ നിലവിളിച്ചു. എന്തിനാണെന്നറിയാവോ?
അവരുടെ ഇങ്ങനെ നിലവിളിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഒരു പെഡഗോജി ഉണ്ട്. എന്താണ്? ഒരു ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. എന്താ പറയണത്? അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു. അതാ വിഷയം. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് എന്താണ്? കാറ്റ് ശമിക്കണം. കർത്താവ്, അതായത് കാറ്റ് ശമിപ്പിക്കുക അല്ല പ്രശ്നം, അവന് വഞ്ചിയിൽ കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് കാറ്റ് ശമിക്കണത്. അല്ല കാറ്റ് ശമിപ്പിക്കണേ പറഞ്ഞ കിടന്ന് കാര്യമില്ല. കടം മാറണേ, രോഗം മാറുമെന്ന് കിടന്ന് കാര്യമില്ല. അവന് വഞ്ചി കയറ്റണതാണ് അതിൻ്റെ തന്ത്രമെന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു സ്ഥാനം ഉറപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ കാറ്റാണ് മുങ്ങുകയോ പറഞ്ഞ് കാറുകയോ രോഗമാണേ കടവാണെന്ന് പറഞ്ഞ് പിടക്കുകയൊരു കാര്യമില്ല. ജീവിതത്തിൽ യേശുവിനെ നിൻ്റെ കുടുംബത്തോടെ കയറ്റാൻ വേണ്ടി നോക്കുക. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ലഭിച്ച അവസരത്തിന് ഞാൻ എൻ്റെ അമ്മയോടും തിരുക്കുമാരനോടും 1000 കോടി നന്ദി പറയുന്നു. ആദ്യമേ പറയട്ടെ, ഞാൻ സാക്ഷ്യം പറയാൻ ഒരുപാട് വൈകിപ്പോയി. അതിന് ഞാൻ അമ്മയോട് തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പേര് ഡോക്ടർ നിഷ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഞാനൊരു അക്രൈസ്തവ ഫാമിലിയിലെ ആളാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയാൻ ഇടയായത് എൻ്റെ കൂട്ടുകാരികൾ ഷെയർ ചെയ്ത് അവരുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താണ്, അതായത് ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്നാലും എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇത്, എനിക്ക് മനസ്സിലാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് കാര്യം പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. എനിക്കറിയില്ല ഉടമ്പടി എന്താണെന്നും അപ്പോൾ അറിയില്ലായിരുന്നു. 2023 ഡിസംബറിലാണ് ഞാൻ എൻ്റെ PhD പഠനം കംപ്ലീറ്റ് ആക്കിയത്. അതിനുശേഷം ഏകദേശം 10 മാസത്തോളം ജോലിയൊന്നും ഇല്ലാണ്ട് ഞാൻ വീട്ടിലായിരുന്നു. അപ്പോഴും എൻ്റെ മെറിറ്റിലാണ് എനിക്കിതെല്ലാം കിട്ടിയത്. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്, പഠിക്കാൻ കഴിവുണ്ടല്ലോ, പഠിച്ച് നേടിയതാണല്ലോ എന്നുള്ളൊരു ഭാവം മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ 10 മാസത്തോളം ജോലിയില്ലാണ്ട് വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിൽ ഒക്ടോബർ 13, 2024 ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ നടയിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും 2 കുട്ടികളായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടിയുടെ ആ സീരിയസ്നെസ്സൊന്നും എനിക്കറിയില്ല. എന്നും പ്രാർത്ഥിക്കും. രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന ആളായിരുന്നു. വൈകുന്നേരത്തെ എനിക്ക് എത്താൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കൂടുമായിരുന്നു. അല്ലാണ്ട് ഇവിടുന്ന് തന്ന പത്രം അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെ കൊടുക്കണം, കൊടുക്കണമോ അതോ അന്ന് എനിക്കൊരു മടിയും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ, എൻ്റെ കൂട്ടുകാരികൾ ഷെയർ ചെയ്യുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ കാണാൻ ഇടയായത്. ശരിക്കും പറഞ്ഞ സാക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനൊന്നും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും അത് എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ ഞാൻ ഷെയർ ചെയ്യാനും അതുവഴി ഒരുപാട് കൂട്ടുകാർ ഇത് എന്താണ്, നീ ക്രിസ്ത്യനായോ എന്നൊക്കെ ഒരുപാട് പേരെന്നെ കളിയാക്കി ചോദിച്ചു. പക്ഷെ അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തില്ല. എന്നെ രക്ഷിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിച്ച് ഞാൻ അതിലൂടെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ 13/10/2024 ഞാൻ ഉടമ്പടി എടുത്തു. അതുവരെ എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. നവംബർ 1, 2024 ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അധ്യാപികയായിട്ട് MBAയുടെ അധ്യാപികയായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 1 മാസം പോലും എനിക്ക് മാതാവ് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. എനിക്ക് എത്രയും വേഗം മാതാവ് ജോലി തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കടക്കേണ്ടി വന്നു. ഞാൻ 2 വീലറിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗ്, എൻ്റെ തീസിസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ച് പകുതി ഏകദേശം കോളേജിന് കുറച്ച് ബാക്കിലോട്ടായ സമയത്ത് വണ്ടി എൻജിൻ കംപ്ലൈൻ്റ് ആയിട്ട് വഴിയിലായി. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയിലും സാക്ഷ്യത്തിലും ഞാൻ കേട്ടിട്ടുണ്ട്, സഞ്ചാരി മാതാവ് നമുക്കൊപ്പം വരുമെന്നും നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ആലോചിച്ചു, കുറച്ച് 15-20 മിനിറ്റേ ഉള്ളൂ ഇനി ഇൻ്റർവ്യൂവിന്, കോളേജിൽ എനിക്ക് എത്തണം. പക്ഷേ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഒരാൾ, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ വണ്ടി നിന്നത് ആ പയ്യൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, ആ ചേച്ചി ഇതെന്ത് പറ്റി? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എൻജിൻ കംപ്ലൈൻ്റ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് പോകണം, ഇനി ഒരു 15 മിനിറ്റ് സമയമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല, അവൻ തന്നെ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ വെച്ചു. തൊട്ടടുത്ത് തന്നെയാണ്, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഡോറിൽ മാതാവിൻ്റെ ഫോട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആളാണ്, എൻ്റെ തടസ്സം മാറ്റാനായിട്ട് അമ്മ മാതാവ്, സഞ്ചാരി മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആളാണ് ഈ പയ്യനെന്ന് എനിക്ക് മനസ്സിലായി. ആ പയ്യൻ തന്നെ എനിക്കൊരു ഓട്ടോ വിളിച്ച് ഞാൻ ആ കറക്റ്റ് സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്തുകയും 29-30 പേരുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് ഫസ്റ്റായിട്ട് എന്നെ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അന്ന് എൻ്റെ ഇൻ്റർവ്യൂവിൽ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഉടമ്പടി കാശ് രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ ഫസ്റ്റ് ആകുകയും ഞാൻ ആ ജോലിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതാണ് എനിക്ക് അമ്മ മാതാവ് ആദ്യമായി തന്ന, ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് തന്ന സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു ജോലി മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാതാവിൻ്റെ അടുത്ത്. കാരണം അപ്പോഴും എൻ്റെ മെറിറ്റാണ്. പക്ഷെ അച്ഛൻ പറയും നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് എന്നാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്തൊരു ജോലി മാതാവ് തന്നു. ആ ജോലി എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാക്കിക്കൊണ്ട്, ശമ്പളത്തിലും വർധനവ് തന്നുകൊണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും തന്നുകൊണ്ട് മാതാവ് എന്നെ അടുത്തൊരു ജോലിയിലോട്ട് പ്രവേശിപ്പിച്ചു. അതെൻ്റെ മാതാവ് തന്ന അടുത്തൊരു അനുഗ്രഹമാണ്. അതിലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഇൻ്റർവ്യൂവിന് പോയത്. കാറിലാണ് പോയത്. കോളേജ് എത്താൻ ഒത്തിരി ദൂരമുണ്ട്. പക്ഷേ പകുതി ആയപ്പോഴത്തേനും ഞങ്ങളുടെ കാറ് ഭയങ്കരമായിട്ട് ചൂടായി. പിന്നെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 4-5 പ്രാവശ്യം കൊന്ത ചൊല്ലിയിട്ടാണ് ഇറങ്ങുന്നത്. എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല, പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. എനിക്ക് രഹസ്യങ്ങൾ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ അതും പഠിച്ചു. ഞാൻ അങ്ങനെ കൊന്ത ചൊല്ലിയിട്ടാണ് ഞാനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 4 വട്ടം കൊന്ത ഫുള്ളായിട്ട് ചൊല്ലിയിട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ കാറിലിരുന്നിട്ട് എൻ്റെ കയ്യിൽ ഈ കാശുമാലയുണ്ട്, അത് വെച്ചിട്ട് ഞാൻ കാശുരൂപവും കൊന്തയും ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എന്നെ സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്തിക്കണേ എന്ന്. അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും പരിചയമില്ല. അതൊരു ഇടുങ്ങിയൊരു സ്ഥലത്താണ് വണ്ടി നിൽക്കുന്നത്. ഞങ്ങൾക്ക് പരിചയക്കാരും അവിടെ ഒറ്റപ്പെട്ട സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു വീട്ടിൽ ഞങ്ങൾക്ക് വഴിയിൽ കിടന്നൊരു കുപ്പി കൊണ്ടുപോയി ഹസ്ബൻഡ് വെള്ളം നിറച്ച് കാറിൽ കാർബറേറ്ററിൽ ചൂട് തണുപ്പാക്കാനായിട്ട് കുറേ സമയം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ആക്റ്റീവയിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിക്കുകയും അങ്ങനെ ആ പുള്ളിയും ഹസ്ബൻഡും കൂടെ വളരെ പെട്ടെന്ന് തന്നെ കാറ് ശരിയാക്കുകയും അത് നമുക്ക് സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്താനും പറ്റി. അതും ഞാൻ കാരണം മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഒക്കെ പുരട്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് വണ്ടിയിലിരിക്കുകയാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഫുള്ള് കൊന്ത ചൊല്ലലായിരുന്നു, കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. യൂട്യൂബിൽ കേട്ടിട്ടാണ് ഞാൻ ചൊല്ലുന്നത്, എനിക്കതേ അറിയാവൂ. യൂട്യൂബിൽ പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഡയറിയിൽ ഞാൻ ഫുൾ രഹസ്യങ്ങളും എഴുതി വെച്ച് ചൊല്ലും. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് സമയത്തിന് ഇൻ്റർവ്യൂവിന് പോകാനും പറ്റി. കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും. അതിൽ ഞാൻ ഫസ്റ്റായിട്ട് വരികയും അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി, അസോസിയേറ്റ് പ്രൊഫസർക്കും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി ഞാൻ കയറുകയും എൻ്റെ ജോലി കുറച്ചുകൂടെ ഉന്നതിയിലോട്ട് എൻ്റെ മാതാവ് എത്തിച്ചു. അതെൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2018 മുതലേ UK നോക്കുന്ന ഒരാളായിരുന്നു. അപ്പം PhDക്ക് അപ്പം ഞാൻ ജോയിൻ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഏജൻസിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല. അന്ന് ഫാമിലിയായിട്ട് പോകാനൊക്കെ നോക്കി. പക്ഷേ പിന്നെ ഇപ്പോൾ റൂളൊക്കെ ചേഞ്ചായിട്ട് എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നടന്നില്ല. 2ാമത്തെ ഉടമ്പടി 6/6 ഞാൻ പുതുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ഹിതം എന്താണോ അതിൻ്റെ ജീവിതത്തിൽ നിറവേറണം. വേറൊന്നും എൻ്റെ ഫിസിക്കലി ഉള്ള ഒരു ആഗ്രഹവും ഞാൻ എഴുതിയിട്ടില്ല. എഴുതിയത് എൻ്റെ ആദ്യത്തെ
നിയോഗം എഴുതിയത് എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ അച്ഛൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ നിയോഗം. ബാക്കി 5 നിയോഗവും ഞാൻ എഴുതിയത് മാതാവിൻ്റെ ആഗ്രഹം എന്താണോ, മാതാവിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ഒന്നും ഞാൻ അതിനകത്ത് ചോദിച്ചില്ല. പക്ഷേ മാതാവിനോട് ചോദിക്കാതെ തന്നെ മാതാവ് എനിക്ക് തന്നു. 6/6/2025 ഞാൻ രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കിയത്. അതിനുശേഷം ഒക്ടോബർ 3 ഞാൻ യു കെയിൽ പോയി. അതിനുശേഷം ഞാൻ അതിനുശേഷം ഇവിടെ എനിക്ക് വിസ വന്ന സമയത്ത് പോകുന്നതിന് 2 ദിവസം മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു, മാതാവിനെ കണ്ടു. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാണ്ടാണ് ഞാൻ പോയത്. അതെനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ഭാരമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എനിക്ക് വിൻ്റർ ബ്രേക്കാണ്. ഞാൻ അവിടെ പഠിക്കാനാണ് പോയത്. ഞാൻ അവിടെ സ്പെഷ്യൽ സ്റ്റുഡൻസിൻ്റെ ഒരു പഠനമാണ് ചെയ്യുന്നത്. ഓട്ടിസം, ADHD ഒക്കെ വന്ന കുട്ടികളെ പറ്റിയുള്ളൊരു പഠനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പം വിൻ്റർ ബ്രേക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അമ്മയുടെ നടയിൽ വന്ന് സാക്ഷ്യം പറയാണ്ട് പോകാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെ എനിക്ക് എൻ്റെ ആ ആഗ്രഹവും മാതാവ് നടത്തി തന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യം. 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയാണ്. അതായത് എൻ്റെ അച്ഛന് ഞാൻ ഒറ്റ മകളാണ്. അപ്പോൾ 25/11/2025 എൻ്റെ അച്ഛൻ ഒന്ന് വീണായിരുന്നു. അപ്പം അച്ഛന് കുറച്ച് ഏജുണ്ട്. അച്ഛൻ വീണപ്പോൾ അച്ഛൻ്റെ വലത് കൈയുടെ എല്ല് പൊട്ടിപ്പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അന്ന് ഞാൻ കോളേജിലാണ്. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വീണു, കയ്യിലേക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഹസ്ബൻഡും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ വേറൊന്നും എടുത്തില്ല. എൻ്റെ ബാഗ് കൊണ്ട് വെച്ചിട്ട് ആകെ എടുത്തത് കൊന്തയും കാശ് രൂപ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും എടുത്തുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഓടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് സർജറി ചെയ്യാണ്ട് എല്ല് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സർജറി വേണം. പക്ഷേ അച്ഛൻ്റെ പ്രായത്തിന് അത് സർജറി ഇമ്പോസിബിൾ ആണ്. അച്ഛന് ഷുഗറുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ അച്ഛന് സർജറി താങ്ങൂല, അച്ഛന് സർജറി ഇല്ലാണ്ട് മാതാവ് സുഖപ്പെടുത്തി കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യം ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അടുത്ത ഡോക്ടർ രണ്ടാമത് എക്സ്റേ എടുത്തിട്ട് നമ്മളെ വിളിപ്പിച്ചു. അപ്പോഴും ഞാൻ ഡോക്ടർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഈ കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ ഡോക്ടർ തിരുത്തി പറയണേ, ഓപ്പറേഷൻ ഇല്ലാണ്ട് തന്നെ അച്ഛൻ സുഖപ്പെടണേന്ന് ഞാൻ ഭയങ്കര കണ്ണീരൊഴുകി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ എന്നെ ഹസ്ബൻഡിനെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു സർജറി ചെയ്യണ്ട, പകരം നമുക്ക് 3 മാസം ബാൻഡേഡ് ഇട്ട് നോക്കാം. അപ്പം എല്ല് ശരിയായി ഊറിപ്പിടിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണീരോടുള്ള പ്രാർത്ഥനയാണ് മാതാവ് കേട്ടത്. കാരണം അച്ഛന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ സർവൈവായിട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രായമാണ്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും 3 മാസം കൊണ്ട് എൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് ചോറ് വാരി കഴിക്കുന്ന അവസ്ഥയിലോട്ട് വരികയും ചെയ്തു. അച്ഛൻ്റെ കൈ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥിക്കും. ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എക്സ്റേ എല്ലാം ബുക്കിനകത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ എന്താണോ തലേ ദിവസം വചനം വായിച്ചത്, ആ വചനം തന്നെയാണ് ജോസഫ് അച്ഛൻ പിറ്റേന്നത്തെ പ്രാർത്ഥനയിലും പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നിട്ട് അന്ന് എഴുതി, മാതാവേ അങ്ങനെ അച്ഛനൊരാൾ സഹായം ഇല്ലാണ്ട് എഴുതിക്കാൻ പറ്റില്ല. അപ്പോൾ ആരുടെ സഹായം ഇല്ലാണ്ട് അച്ഛനെ എന്ന് എഴുന്നേക്കാൻ പറ്റണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചോളൂ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛന് ആരുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകെ വന്ന് അച്ഛൻ നിൽക്കുക. ഞാൻ പ്രാർത്ഥിച്ച ഇത്രയേ ഉള്ളൂ, ആരുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റണേ എന്ന്. അപ്പോൾ അച്ഛൻ വന്ന് നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ എങ്ങനെ എഴുന്നേറ്റ് വന്നോന്ന് ചോദിച്ചാൽ അച്ഛൻ എന്നെ അറിയില്ല. അതെൻ്റെ അടുത്തൊരു സാക്ഷ്യം. ഞാൻ അച്ഛൻ്റെ കയ്യിൽ തൈലം പുരട്ടി എല്ലാ ദിവസവും ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ തൈലം പുരട്ടി നെറ്റിയിലും കയ്യിലും കാലിലും ഒക്കെ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. തേന് കൊടുക്കുമായിരുന്നു അച്ഛന്. അങ്ങനെയൊക്കെ പിന്നെ അച്ഛനെ കൊന്ത വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ കിടക്കുന്ന റൂമിൽ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ബൈബിൾ അച്ഛൻ്റെ അടുത്തിരുന്ന് ഞാൻ വായിക്കും. ബൈബിൾ വായിക്കാനല്ല, പക്ഷേ ഞാൻ ബൈബിള് എൻ്റെ പുതിയ നിയമം മാത്രമേ ഉള്ളൂ, പക്ഷേ അത് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെയുള്ള പല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഒരു സുഖപ്രാപ്തിക്കായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് എൻ്റെ അമ്മ മാതാവ് നേടിത്തന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ. പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ ശനിയാഴ്ചകളിലും മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, RCC അതുപോലുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം, ശ്രീ ചിത്ര, അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഉച്ച സമയത്ത് ചോറ് പൊതി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ
പത്രം എല്ലാവർക്കും എത്തിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരികൾ, എൻ്റെ നാട്ടുകാർ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അവരുടെ അടുത്തെല്ലാം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മാതാവിനെ പറ്റിയിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാൻ അവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കുകയും ചെയ്തു. എനിക്ക് കഴിവുള്ള കാര്യങ്ങൾ അവരിലോട്ട് പറഞ്ഞു കൊടുക്കുകയും ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ എനിക്ക് കഴിയുകയും ചെയ്തു. പിന്നെ എൻ്റെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് ഞാൻ മുടക്കാറില്ല. എല്ലാ ദിവസവും അച്ഛൻ പറയുന്ന വചനങ്ങൾ ഞാനൊരു ഡയറിയിൽ എഴുതി വെക്കും. എല്ലാ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതി വെക്കും. എനിക്ക് വചനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ തന്നെ ഒരു വചന ബോക്സ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കളർ പേപ്പർ വാങ്ങി കട്ട് ചെയ്തിട്ട് ഓരോ വചനങ്ങൾ അച്ഛൻ പറഞ്ഞ ഓരോ ദിവസങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഞാൻ എഴുതി കുഞ്ഞു എഴുതി ഞാൻ തന്നെ ഒരു ബോക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്. അമ്മ മാതാവും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ അമ്മയുടെ എപ്പോഴും ഞാൻ എഴുതാറുള്ളൊരു കാര്യമാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ എല്ലാ ബുക്കിലും അതാണ്. എൻ്റെ എല്ലാ ബുക്കിലും ഞാൻ എഴുതുന്ന ഒറ്റ ഒരു സെൻറ്റൻസ് അതാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റണമേ എന്ന്. അതെനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു. ഇനി എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ തണലിൽ ജീവിക്കാനും എൻ്റെ മരണം വരെ അതിൽ കഴിയാനുമാണ് എൻ്റെ ആഗ്രഹം. അതെൻ്റെ അമ്മ മാതാവിനെ ഞാൻ വാക്ക് കൊടുക്കുന്നു. എല്ലാത്തിനും നന്ദി. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:5 നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഴികളും സന്തോഷങ്ങളും വേദനകളും തീരുമാനങ്ങളും ഭാവിയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ മുഴുവൻ വഴികളും ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. ഈശോയും അമ്മയും എല്ലാം നോക്കിക്കൊള്ളും. വിശ്വാസത്തോടെ നമുക്ക് കാത്തിരുന്നാൽ മാത്രം മതി. ദൈവം തക്ക സമയത്ത് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഡോക്ടർ നിഷ എന്ന സഹോദരിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. ഈ മകളുടെ ഓരോ കാര്യങ്ങളിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. PhD പഠിച്ചതിന് ശേഷം എല്ലാം മെറിറ്റുമുണ്ടെന്ന് കരുതി 10 മാസത്തോളം വീട്ടിലിരുന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വഴി കൂട്ടുകാരിൽ കൂടിയാണ് കൃപാസനം അമ്മ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തെ പറ്റിയുള്ള അറിവ് ലഭിച്ചത്. പിന്നീട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് അമ്മയുടെ സന്നിധിയിലെത്തി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത ഉടനെ ഈ മകളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ചയുടെ ജീവിതമാണ് നാം കാണുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ എന്നെ രക്ഷിക്കുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ഈ മകൾ ഉറച്ചു വിശ്വസിച്ചതെന്ന് നമ്മുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഉടനെ MBA കോളേജ് അധ്യാപികയായിട്ടാണ് ജോലി കിട്ടിയത്. പിന്നീട് 2 മാസം കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഉയർച്ച കിട്ടി. അസോസിയേറ്റ് പ്രൊഫസർ വിത്ത് HOD പൊസിഷനായിട്ട് വീണ്ടും അവിടുന്ന് തന്നെ ഒരു ഉയർച്ചയിലേക്ക് പോകുന്നതാണ്. ഈ മകൾ പ്രാർത്ഥിച്ചപ്പോൾ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും പറയുന്നത് അമ്മയുടെ ഹിതം എന്താണോ അത് നടന്നാൽ മതി. മാതാവിൻ്റെ ഹിതമനുസരിച്ച് അമ്മ നമ്മൾ ചോദിക്കാത്ത എല്ലാം അമ്മയ്ക്കറിയാം. അമ്മയുടെ ഇഷ്ടമനുസരിച്ചെല്ലാം ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. പിന്നെ UK പഠിക്കുവാനും ജോലിയാണ് അടുത്ത ഉയർച്ച. ഓരോ പടിപടിയായിട്ട് നമ്മൾക്ക് കാണാം. ജീവിതം കർത്താവിന് ഭരമേൽപ്പിച്ചപ്പോൾ കർത്താവാണ് എൻ്റെ രക്ഷകനാണ് എൻ്റെ ദൈവം എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ഈ മകളുടെ ജീവിതത്തിലുള്ള പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടി പദ്ധതി അനുസരിച്ച്, ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു ചെല്ലുന്നത്. അങ്ങനെയാണ് ഈ മകള് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നത്. ആരുടെ സഹായമില്ലാതെ അച്ഛൻ നടക്കുവാൻ സാധിച്ചു. അതൊരു വലിയ രോഗസൗഖ്യമാണ്. സർജറി വേണ്ടെന്ന് പറഞ്ഞു. ഈ മകളുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും കേട്ടത്. സർജറി ക്യാൻസൽ ചെയ്തു. അമ്മേ, അച്ഛനൊന്ന് നടന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ മാത്രം മതി. ആ പറഞ്ഞ മാത്രമേ തന്നെ അച്ഛൻ അടുത്ത് വന്ന് നിന്നു. ഇതാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ മനസ്സിൽ കരിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന ഓരോ ആഗ്രഹങ്ങളും അങ്ങ് ഭരമേൽപ്പിക്കുക, വിട്ടുകൊടുക്കുക. എല്ലാം വിശ്വാസത്തോടെ വിട്ടുകൊടുക്കുമ്പോൾ, പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു വരുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ
പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്നായിരുന്നു പിന്നീടുള്ള പ്രാർത്ഥന. എപ്പോഴും അതുതന്നെയാണ് ഇന്നിവിടെ നടന്നതും. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്താനും നല്ല വിശ്വാസത്തോടെ നല്ല കോൺഫിഡൻസോട് കൂടിയാണ് ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് തന്നെയാണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയത്. അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളും എഴുതി ഒരു ബോക്സിലാക്കി വെക്കുമായിരുന്നു. ബൈബിള് നല്ല പരിചയമില്ല, ബൈബിള് വായിക്കുകയും ന്യൂ ടെസ്റ്റ്മെൻറ്റ് വായിച്ചു. അച്ഛൻ പറയുന്ന ഓരോ വചനം, ഡെയിലി ബ്രെഡിൽ പറയുന്ന ഓരോ വചനങ്ങൾ എഴുതി ഈ മകൾ പ്രാർത്ഥിച്ച് പഠിച്ചു. ഇതാണ് വിശേഷവിധിയായിട്ട് ഓരോ മക്കളും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഈശോയെ അമ്മയുടെ അടുത്തറിയുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഈശോയും അമ്മയെ മഹത്വപ്പെടുത്താനും അവരെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ആഴത്തിൽ വിശ്വാസമർപ്പിക്കാനും ഓരോ വഴികൾ കണ്ടുപിടിക്കുന്നതാണ് ഉടമ്പടി മക്കൾ നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. പിന്നെ ഇവിടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ്. 2 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഒരു പ്രാവശ്യം സ്കൂട്ടർ അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഒരു സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ കൂടെയാണ്, നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി മക്കളെ ഒരിക്കലും കൈവിടാറില്ല. കൈ പിടിച്ച് നടത്തുന്ന ഒരമ്മയും ഒരു ഈശോയുമാണ് ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. 2 പ്രാവശ്യവും സ്കൂട്ടർ കേടായപ്പോഴും ആരോ ഒരു വ്യക്തി അവിടെ നിന്ന് ഇവരെ സഹായിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴും അമ്മയുടെ സാന്നിധ്യമാണ് ആ വർക്ക്ഷോപ്പിൽ കണ്ടത്. പരിശുദ്ധ അമ്മയുടെ, കൃപാസന അമ്മയുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും മോൾക്ക് മനസ്സിലായി, എൻ്റെ കഷ്ടതയിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്നാണ് ഈ മോൾക്ക് മനസ്സിലായത്. പിന്നീട് അടുത്ത 2ാമത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും കാറ് സ്റ്റക്കായി പോയി. അന്നേരവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു വ്യക്തിയിൽ കൂടെ ഓടി വന്ന് സഹായിച്ചത്. ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ നമ്മളെ കരം പിടിച്ച് നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്കും ഈശോയിലും അമ്മയിലും നമ്മൾ വിശ്വാസമർപ്പിച്ച് വിശ്വസ്തയോടെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഏൽപ്പിക്കുന്നതിലൂടെയാണ് കൃപയുടെ തുടക്കം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ ഓരോ വഴികളിലും ഈശോയെ ഏൽപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ വഴികളും ഈശോയെ ഏൽപ്പിക്കാൻ നമ്മെ സഹായിക്കട്ടെ. അവരെല്ലാം നോക്കിക്കൊള്ളും. ഇത് നമ്മുടെ പരിശ്രമമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഏൽപ്പിക്കുകയാണ് കൃപയുടെ വാതിൽ. എല്ലാം ഭാരമേൽപ്പിക്കുക. തുടക്കം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിത വഴികൾ മുഴുവൻ ഈശോയെ ഏൽപ്പിക്കാൻ നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഡോക്ടർ നിഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശുദ്ധ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രീഷ്മ. എൻ്റെ മക്കളാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി 5/11/2022 ഉടമ്പടി എടുത്തത്. ആദ്യമായി മാതാവിൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ സർവേയും ബ്യൂട്ടീഷ്യനുമാണ് പഠിച്ചേക്കണേ. ഇതിൽ ഏത് തന്നാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം എന്നാണ് മാതാവിനോട് പറഞ്ഞത്. ബ്യൂട്ടീഷ്യനാണ് തരുന്നതെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സ്വന്തമായി തുടങ്ങാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മാതാവ് അത് 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്വന്തമായി എനിക്ക് തന്നു. കട തുടങ്ങാനായിട്ട് 7 ലക്ഷത്തിൻ്റെ മുകളിൽ പൈസയായി. ചോദിച്ച എല്ലാവരും എനിക്ക് ചോദിച്ച പൈസ അല്ലെങ്കിൽ കൂടുതലാണ് എനിക്ക് തന്നത്. 1 വർഷത്തിനുള്ളിൽ മാതാവ് എനിക്ക് 5 ലക്ഷം രൂപ കടം വീട്ടി തന്നു. ഒരു പാർലർ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം പിടിക്കും നമുക്കൊന്ന് വർക്ക് കിട്ടാനായിട്ട്. ആദ്യത്തെ മാസം തന്നെ എനിക്ക് 75,000 രൂപയുടെ വർക്കാണ് മാതാവ് എനിക്ക് തന്നത്. ഇത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞില്ല. പക്ഷെ 6 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് ഒരു സ്കൂട്ടി തന്നു. ഓടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് ആ വണ്ടി ഇട്ടുകൊണ്ട് ഞാൻ ഓടിപ്പോവുള്ളൂ. ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവിൻ്റെ കൊന്ത ആ വണ്ടിയിലിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കണേ. മാതാവ് പറയും, നീ എന്തിനാ പേടിക്കണേ, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ട് ഓടിച്ചോ. ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ രാത്രിയില്ല പകലില്ല എന്ന എപ്പോഴും വേണമെങ്കിലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും. ആ മാതാവിൻ്റെ ഒറ്റ ധൈര്യമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകള് സ്കൂളിലൊന്ന് നെറ്റിയിടിച്ച് വീണു. നെറ്റി പൊട്ടിയിട്ട് ഒന്നുമില്ല, പക്ഷേ അവിടെ ഇടിച്ച സ്ഥലത്ത് രക്തം ഇങ്ങനെ പൊടിഞ്ഞു വരും.
അപ്പോൾ പല ഡോക്ടർമാരെയും കാണിച്ചു, അവർക്കൊന്നും മനസ്സിലാവണില്ല. അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. മാതാവിൻ്റെ തൈലം തേച്ചതോടെ ബ്ലഡ് വരവ് നിന്നു. പിന്നെ അത് വെള്ളം നമ്മൾ മുഖം കഴുകണ പോലെ തലേന്ന് വെള്ളം ഒഴുകുകയാണ്. അതിൻ്റെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട്, അത് കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഡോക്ടർമാർ എന്നെ ചീത്ത പറഞ്ഞു, നീ കൊച്ചിനെ നോക്കാത്ത കാരണമാണ്, നീ കൊച്ചിന് അങ്ങനെ മുഖം കഴുകിയിട്ടാണ് നിന്നെ പറ്റിക്കണേന്ന് പറഞ്ഞു. ആദ്യം സത്യമായിട്ട് ഞാനും അങ്ങനെ വിചാരിച്ചേ. എൻ്റെ മുമ്പിലിരുത്തിയാണ് ഞാൻ വീഡിയോ എടുത്ത്. ഓരോ തുള്ളി തലയുടെ അവിടെ നിന്ന് ഒഴുകും. മാതാവിൻ്റെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തേച്ചതോടെ വെള്ളം വരവും ബ്ലഡ് വരവും നിന്നു. അതുപോലെ എനിക്ക് എന്നും അലർജി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ തുമ്മലായിരിക്കും. മാതാവിൻ്റെ തൈലം തേച്ചു, അതും മാറി. ഇത്രയും സൗഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന, ഇപ്പോൾ എനിക്ക് 1000 രൂപയുടെ വർക്ക് കിട്ടിയാൽ 100 രൂപ ഞാൻ മാറ്റി വയ്ക്കുന്നത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും ഒരു സഹായത്തിന്, ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റവർക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റി വയ്ക്കും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് കൊടുത്തു. ആ പൈസ ഞാൻ ഒന്നിനെടുക്കില്ല, അതിന് വേണ്ടി മാത്രം ഞാൻ അത് മാറ്റി വെച്ചേക്കാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇതുപോലെ പിരിവുണ്ട്. പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഭക്ഷണത്തിനായാലും ഡ്രസ്സിനായാലും ഒക്കെ പള്ളിയിൽ നിന്ന് പിരിവിടും, അതിനകത്തൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ മക്കളുടെ നെറ്റിത്ത് തൈലം പൂശിയിട്ടാണ് ഞാൻ സ്കൂളിൽ വിടുക. അതുപോലെ കൊന്ത രാവിലെ 3 മണിക്ക് ചൊല്ലും. 3 മണിക്ക് എന്ന് ഞാൻ ചൊല്ലണോ അന്നൊക്കെ എനിക്ക് 10,000 രൂപയുടെ വർക്ക് എനിക്ക് കിട്ടും. സത്യമായിട്ട് ഞാൻ പറയണേ, എന്ന് ചൊല്ലാണ്ടിരിക്കണോ അന്ന് എനിക്ക് വർക്ക് കിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. അത് വിശ്വാസമായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ 3 മണിയുടെ കൊന്ത എന്താ പറയുക, എനിക്ക് അറിഞ്ഞുകൂടാ. 3 മണിയുടെ കൊന്ത ഞാൻ ചൊല്ലും, നല്ല വർക്ക് കിട്ടും. അത് 2 നേരം, രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കും. ഇത്രയും എൻ്റെ മാതാവ് തന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഗ്രീഷ്മ വർഗീസ് എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ മെറിറ്റ് മകൾ അവസാനം പറഞ്ഞു വെച്ച ഒരു വാചകമാണ്. 1000 രൂപയുടെ വർക്ക് കിട്ടിയാൽ 100 രൂപ ഏറ്റവും ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കൃത്യമായി മാറ്റിവെച്ചിരിക്കും. ഉടമ്പടിയുടെ ആത്മാവ് അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത വേലയുമാണെന്ന് നമുക്കറിയാം. നമ്മൾ ഉടമ്പടിയിലേക്ക് ഓടി വരുന്നത് ഏതെങ്കിലും ജീവിതകാര്യം നേടിയെടുക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നും സത്യമാണ്. പക്ഷേ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പതിയെ മനസ്സിലാക്കി തുടങ്ങും, ഉടമ്പടി കാര്യസാധ്യത്തിന് വേണ്ടി ഓടിയെത്തി തുടങ്ങേണ്ട ഒരു കാര്യമല്ല, ജീവിതത്തെ തന്നെ കാര്യമായി എടുത്ത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ പുനഃക്രമീകരിക്കേണ്ട പദ്ധതിയാണെന്ന്. ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയുള്ള കാഴ്ചപ്പാടുണ്ടാവുന്നത്. അത് എങ്ങനെ ജീവിക്കണം എന്ന കാഴ്ചപ്പാട്, എന്ത് നമ്മുടെ കരങ്ങളിൽ ലഭിക്കുമ്പോഴും ഇത് ആര് നമുക്ക് നൽകുന്നു എന്നൊരു കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതം കൊണ്ട് എത്രത്തോളം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവരുടെ കണ്ണീരിനും സങ്കടത്തിനും ദാരിദ്ര്യത്തിനും എനിക്ക് കൂടി ഒരു ഉത്തരവാദിത്വമുണ്ട്, എനിക്കുള്ളത് കൂടി പങ്കുവെക്കുമ്പോൾ അതിനെ തുടച്ചു മാറ്റുവാനും സന്തോഷം പകരുവാനും സാധിക്കും എന്നൊരു കാഴ്ചപ്പാട്, അത് ഉടമ്പടി നമ്മുടെ ജീവിതമായി തീരുമ്പോൾ നമുക്ക് അമ്മ മാതാവും ഈശോയും പകർന്നു തരുന്ന ബോധ്യങ്ങളാണ്. ശരിക്കും ആ ബോധ്യം ലഭിച്ച മകളുടെ സാക്ഷ്യമാണ് ഇതിൻ്റെ പ്രത്യേകത. അവൾ പറഞ്ഞ ബ്യൂട്ടി പാർലർ തുടങ്ങുവാനോ 1 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടി കടബാധ്യതകൾ തീർക്കുവാനോ, കുഞ്ഞിനുണ്ടായ ആ അപകടത്തിൽ ആ ഉടമ്പടി തൈലം പൂശി രോഗസൗഖ്യം ലഭിച്ചതോ, അതൊന്നുമല്ല ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അതൊക്കെ ഉടമ്പടി ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ തരത്തിൽ അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കുന്നത് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ സാക്ഷ്യപത്രത്തിൽ എഴുതി വെച്ച വാചകമാണത്, എനിക്ക് 1000 രൂപയുടെ വരുമാനമുണ്ടായാൽ 100 രൂപ ഞാൻ കൃത്യമായത് മാറ്റിവെച്ചിരിക്കും.
ഞാൻ കാതോർത്തിരുന്നത് ഈ വാചകം ഈ മകൾ പറയുന്നുണ്ടോ, എങ്ങനെ പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ അവളത് പറഞ്ഞു വയ്ക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ഇതിങ്ങനെ സുരുക്കുട്ടി വയ്ക്കും. പള്ളിയിൽ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഇത് കൊടുത്തുകൊണ്ടിരിക്കും. പലരുടെ ജീവിതത്തെയും എൻ്റെ എളിയ ജീവിതം കൊണ്ട് സഹായിക്കുവാൻ എൻ്റെ അമ്മ ഈ ഉടമ്പടിക്കാലത്ത് എന്നെ സഹായിച്ചുവെന്നാണ്. മറ്റൊന്നുകൂടി മകളുടെ വിശ്വാസബോധ്യം പങ്കുവച്ചു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഞാൻ ജപമാല ചൊല്ലിയാൽ ആ ദിവസം എനിക്ക് 20,000 രൂപയുടെ വർക്കുണ്ടാവും. അത് ഞാനിങ്ങനെ എൻ്റെ അലസത കൊണ്ടോ ക്ഷീണം കൊണ്ടോ വേണ്ടെന്ന് വെച്ചാൽ എനിക്കതിന് ആ വർക്കിലത് സാരമായ കുറവുമുണ്ടാകും. അത് മകളുടെ ഒരു വിശ്വാസബോധ്യമാണ്. ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെയും തൊഴിലിനെയും ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ ഓരോ നിമിഷവും എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കും. കാരണം 100 രൂപ വീതം മാറ്റുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നമുക്ക് ലഭിക്കുന്ന വരുമാനങ്ങളെ നിങ്ങളൊന്ന് ഓർത്താൽ മതി. നമ്മുടെ കുടുംബത്തിൽ 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും ഒക്കെ വരുമാനം വരുന്നുണ്ട്. നമുക്ക് സാധിക്കുമോ ദശാംശം മാറ്റുവാനായിട്ട്? കിട്ടുന്ന വരുമാനം മുഴുവനും ഓരോ മാസവും എണ്ണിത്തിട്ടപ്പെടുത്തി ഇതിൻ്റെ ദിശാംശം, ഇത് ദൈവവേലയ്ക്ക്, ദൈവനാമ മഹത്വത്തിന്, കണ്ണീരൊപ്പുന്നതിന് ഞാൻ നീക്കിവെക്കുന്നുവെന്ന് പറയുവാൻ ചങ്കുറപ്പുള്ളപ്പോൾ ആ വിശ്വാസത്തിനും ആ ആത്മീയതയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്, ഇരുത്തമുണ്ട്. ദൈവസന്നിധിയിൽ പ്രത്യേകമായ മെറിറ്റുമുണ്ട്. അതുകൊണ്ട് ഉടമ്പടി ജീവിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹത്തോടു കൂടി കൊടുക്കുവാനുള്ള മനസ്സ് വലുതാക്കിയെടുക്കുവാൻ ശ്രദ്ധിക്കണം. നാം വരുന്നതൊക്കെയും നേടുവാൻ വേണ്ടിയാണ്. അമ്മയുടെ അരികിൽ വരുന്നതൊക്കെയും ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നേടുവാൻ വേണ്ടിയാണ്. പക്ഷേ അമ്മയെ കണ്ടു മടങ്ങുമ്പോൾ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ടത് കൊടുക്കുവാൻ, കൈതുറക്കുവാൻ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും, അതെൻ്റെ ജീവിത ശൈലിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. നമുക്ക് ഓർമ്മയുണ്ടാവണം, എന്ത് കൊടുത്താലും ജീവിതത്തിൽ അതൊരിക്കലും കുറഞ്ഞു പോവില്ല. മകൾ കൊടുത്ത് ശീലിക്കുന്ന മകളാണ്. അവൾ ഒരിക്കലും അവൾക്ക് കുറവുകളെക്കുറിച്ച് അവൾക്ക് തോന്നലുകൾ ഉണ്ടാവുന്നില്ല. അവൾ എന്താ പറഞ്ഞേ? 1 വർഷത്തിനുള്ളിൽ 5 ലക്ഷം രൂപയുടെ കടം വീട്ടുവാൻ എനിക്ക് സാധിച്ചു. അത് ദൈവം അനുവദിച്ച് എൻ്റെ വരുമാനത്തെ, എൻ്റെ കുടുംബത്തെ, അതിൻ്റെ എല്ലാ ചിലവുകളെയും നന്നായി നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ കൊടുക്കുന്നതിന് യാതൊരു കുറവുമില്ലാതെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തെ കൂടി സംരക്ഷിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തി ഒരു പൊതിച്ചോറിലോ ആർക്കെങ്കിലും 50 രൂപ കൊടുത്തോ ഒതുക്കരുത്. നമ്മുടെ ജീവിതത്തെയും വരുമാനത്തെയും പൊള്ളിച്ചുകൊണ്ട് അതിനെ ബാധിക്കുന്ന വിധത്തിൽ നാം ഒരു ദാനധർമ്മത്തിലേക്ക്, കാരുണ്യ പ്രവൃത്തിയിലേക്ക് ജീവിതത്തെ മാറ്റുവാൻ തയ്യാറാണെങ്കിൽ വലിയ കാര്യങ്ങൾ അമ്മ മാതാവും ഈശോയും കൂടെ നിന്ന് നിമിഷങ്ങളിൽ ചെയ്യുന്നത് അനുഭവിക്കുവാനാവും. ഈ അൾത്താരയിൽ വന്ന് 5 സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്തുവെന്ന്, ലഭിച്ചതിൻ്റെ ഓഹരി നന്നായി കൊടുത്തുവെന്ന്, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങളായി കിട്ടാതിരുന്നതിൻ്റെ ഒരു ബാധ്യത തീർത്ത് കിട്ടിയപ്പോൾ ഇതൊരു വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുമെന്ന് തീരുമാനിച്ച് കൊടുത്തുവെന്ന് ഈ അൾത്താരയിൽ ആരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ അവരോരോരുത്തരും ചേർത്ത് പറയും, ഒരിക്കലും ഒരു കുറവുമില്ലാതെ അമ്മ മാതാവും ഈശോയും അതിലും വലിയ അനുഗ്രഹം നൽകി ജീവിതത്തെ ഉയർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന്. പ്രിയമുള്ളവരെ, കൊടുക്കുവാൻ ഉടമ്പടിയിലൂടെ നമുക്ക് പഠിക്കാം. കൊടുക്കുന്നതൊന്നും കുറവാകില്ല എന്ന ബോധ്യത്തോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ നമുക്ക് പങ്കുവയ്ക്കാം. അങ്ങനെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ കൃപയുള്ളതാവട്ടെ, ദൈവസ്നേഹമുള്ളതാവട്ടെ, അമ്മയുടെയും ഈശോയുടെയും തിരുസന്നിധിയിൽ മെറിറ്റുള്ളതാവട്ടെ. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ആദ്യമായി ഞാൻ ഈ ആൾത്താരെ കയറാൻ അവസരം തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അംബിക അശോകൻ, ഇടുക്കി ജില്ല തൊടുപുഴ കുമാരമംഗലത്തു നിന്ന് വരുന്നു. എൻ്റെ മകൾ ആതിര അശോകന് വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. അപ്പം പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അർച്ചന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കീഗോള് പോലെ ഒരു ഓപ്പറേഷൻ ചെയ്യണം, ചെയ്താലും 60% അവർ പറഞ്ഞത്.
പിന്നെ ആയുർവേദം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് ഡിസബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു മരുന്നും ചെയ്യണ്ട, നമുക്ക് വീട്ടിൽ മരുന്നൊന്നും ചെയ്യാതെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ മരുന്ന് ചെയ്യാതെ ഇരുന്നു. കൊണ്ടുവന്ന മരുന്നെല്ലാം ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാൻ അവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചോളാം, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണേന്ന് ഹൃദയം നൊന്ത് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത ആ മാസം തന്നെ മോള് പ്രഗ്നൻ്റായി. അമ്മ ഞങ്ങൾക്കൊരു പൊന്നുംകുടത്തിനെ തന്ന് അനുഗ്രഹിച്ചു. അതാണ് ഈ മോള്. പിന്നെ മോൾക്ക് വണ്ടി അപകടം മൂലം ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു വർഷത്തോളം ഒരു ചലനമില്ലാതെ വയ്യാതെ കിടപ്പായിരുന്നു. അങ്ങനെ പയ്യാണ് നോർമലായി വന്നത്. അപ്പോൾ പ്രസവവും ബുദ്ധിമുട്ടായിരുന്നു, ഓപ്പറേഷനും റിസ്ക് ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവസാനമായപ്പം എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പ്രസവം നടക്കുമോ, അതിനുള്ള ഒരു ശക്തി ശരിക്കും ഇല്ലായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നട്ടലിന് പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു, തലച്ചോറിന് ക്ഷതയേറ്റ് അങ്ങനെ കുറേ നാൾ കിടന്നായതുകൊണ്ട് അതും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. 10 മാസമായി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ചെന്ന് പെയിൻ ഉണ്ടാവാനുള്ള മരുന്നൊക്കെ ചെയ്തിട്ടും പെയിനൊന്നും ആകുന്നില്ലായിരുന്നു. 3 പേര് ഇവരുണ്ടായിരുന്നു. അതിൽ 3 പേരിൽ 2 പേർക്കും പെയിനായി ലേബർ റൂമിൽ കയറ്റി. മോളെ കയറ്റിയിട്ട് വീണ്ടും ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ മോൾക്ക് വേദനകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, മോള് തന്നെ ശ്രമിക്കണമെന്ന് പറഞ്ഞ് കുറേ വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാനും കൊച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോളെ വീണ്ടും ഒന്നുകൂടെ ലേബർ റൂമിൽ കയറ്റി ഇഞ്ചക്ഷൻ എടുത്തു. അപ്പം ഞാൻ അവിടെ ഒരു നടയിലിരുന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ചെന്ന് ഇവരിരുന്ന സ്ഥലത്ത് ഇരുന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആതിരയുടെ ആരാ ഉള്ളത് ഇവിടെയെന്ന് ചോദിച്ച് വിളിച്ചു. അപ്പം ഞാൻ പേടിച്ചു പോയി, പൊട്ടിക്കരഞ്ഞ് ഓടി എത്തി അവിടെ. അന്നേരം ഈ കുഞ്ഞു ബേബീനെ എൻ്റെ കയ്യിലേക്ക് കൊണ്ട് തന്നു. സന്തോഷം കൊണ്ട് ഞാൻ വീണ്ടും ഉറക്കെ കരഞ്ഞു പോയി. ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമം. മാതാവിനോട് ഞാൻ ഒന്നേ പറയും, മാതാവേ, പ്രസവിക്കാനുള്ള ശക്തി എൻ്റെ മോൾക്കില്ല, പിന്നെ ഓപ്പറേഷൻ ചെയ്യാനും വയ്യ, അതുകൊണ്ട് അമ്മ മാതാവ് വേണം ആ കുഞ്ഞിനെ എടുക്കാൻ, അല്ലാതെ ഒരു രീതിയിലും നടക്കുന്ന ഒരു കേസല്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അമ്മ ഇടപെട്ട് മാതാവ് തന്നെ മാതാവിൻ്റെ ഉള്ളം കൈയിലേക്ക് ആ കുഞ്ഞിനെ ഒരു വിഷമവും കൂടാതെ കുഞ്ഞിനെ പുറത്തെടുത്തു. ഇറങ്ങി വന്നിതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത്രയും എളുപ്പമായിരുന്നു അമ്മേ പ്രസവം, ഞാനൊന്നും അറിഞ്ഞില്ല, ഈ കുഞ്ഞാവ് ഉണ്ടായത് ഒരു വിഷമം പോലും ഞാൻ അറിഞ്ഞില്ലെന്ന്. അത്രയേറെ അനുഗ്രഹമാണ് എൻ്റെ അമ്മയും തിരുക്കുമാരനും തന്നിരിക്കുന്നത്. പിന്നെ മോൾക്ക് ഈ ചെവി കൊട്ടി അടയ്ക്കുന്ന ഒരു ഇതായിരുന്നു. ചെവി എപ്പോഴും ഇങ്ങനെ അടഞ്ഞു പോകുമായിരുന്നു, സംസാരിക്കുമ്പോഴൊക്കെ അടഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ തൈലം പുരട്ടി നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ കാലിന് മുട്ടിന് താഴോട്ട് ഈ തോട്ടിൽ വെള്ളത്തിൽ പോയി നിന്ന് ഇങ്ങനെ അലർജി കൊണ്ട് ചൊറിച്ചിലായിരുന്നു. 10-14 വർഷമായിട്ട് 2 കാലും ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അത് മരുന്നുകളൊക്കെ തൂത്തിട്ടൊന്നും മാറിയില്ല. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ എൻ്റെ മുഖത്ത് കണ്ണിൻ്റെ താഴെയായിട്ട് വലിയൊരു ചുരുളനട്ടയുടെ ഒരു രീതിയിൽ കറുത്ത ഒരു കുരു പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കീറിക്കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പിള്ളേർ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് എടുത്ത് കളാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പോകാതെ ഞാൻ ഉടമ്പടിയിലാണല്ലോ മാതാവേ, അമ്മയുടെ കയ്യിലുണ്ടല്ലോ മരുന്നെന്ന് വിചാരിച്ച് ഞാനത് 3 ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ആ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. 4-മത്തെ ദിവസം നോക്കിയപ്പം ഒരു പാട് പോലും ഇല്ലാതെ ആ കുമിള മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരുപാട്
ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി ഓൺലൈനിലാണ് എടുത്തിരുന്നത്. അന്ന് തൊട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു. അന്ന് വന്ന് 10 സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഫ്രണ്ട്സിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. കുറച്ച് പേര് അല്ലാതെ നിത്യം പ്രാർത്ഥനയുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം വാങ്ങി കാരിക്കോട് ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് പ്രാർത്ഥിച്ച് പത്രം കൊടുക്കും. പിന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തിട്ട് പോരും. അതുപോലെ തന്നെ സ്റ്റാൻഡുകളിൽ തൊടുവഴി മൂവാറ്റുവഴിയൊക്കെ പോയി സ്റ്റാൻഡുകളിൽ പത്രം കൊടുക്കാൻ പോകും. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രമേ ഈ പത്രം എത്താവുള്ളേ, അവർ മാതാവിനെ അറിയാനും ആഴപ്പെടാനും അവസരം കൊടുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറേ തീരെ പാവപ്പെട്ടവർക്ക് ഡിസബിലിറ്റി ഉള്ള 1-2 പേർക്ക് നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് 2 വീട് പണിത് കൊടുത്തു. അവർ ഭയങ്കര സന്തോഷമായി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പേർക്കല്ലാതെ വാർക്കാനായിട്ടുള്ള സിമൻറ്റ് കമ്പി അങ്ങനെയൊക്കെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ കൊടുത്ത് സഹായിച്ചു. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ആവശ്യപ്പെട്ടാൽ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഫോണില്ലായിരുന്നു, പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ ഒരു ഫോൺ വാങ്ങി ആ കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ കുട്ടി ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് ഇന്ന് ആ കുട്ടി പഠിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും നേരത്തെ ബൈബിള് വായിക്കുമായിരുന്നു. ബൈബിള് തന്നെ 3 പ്രാവശ്യം മൊത്തം വായിച്ചു തീർന്നു. അതുപോലെ രാവിലെയും വൈകിട്ടും പ്രത്യക്ഷ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. ഇപ്പം ബൈബിള് വായിക്കാൻ ഈ കുഞ്ഞുവാവയുള്ളതുകൊണ്ട് അത്ര സമയം കിട്ടുന്നില്ലെങ്കിലും എപ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. നമുക്ക് എന്ത് ആപത്ത് വന്നാലും വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കും. പിന്നെ ഈ മോളും കുഞ്ഞുങ്ങോടെയും പുറവശത്ത് ഇങ്ങനെ തിണ്ണയിൽ നിന്നപ്പോൾ മറഞ്ഞടിച്ച് മുറ്റത്തേക്ക് 2 സ്റ്റെപ്പിൻ്റെ താഴത്തേക്ക് വീണു. ഒരു പോറൽ പോലും പറ്റിയില്ല. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, മാതാവ് ഉള്ളം കൈയിലേക്കാണ് ആ കുഞ്ഞിനെയും അമ്മയും മേടിച്ചത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പറ്റിയേനെന്ന്. അതുപോലെ എന്ത് കാര്യം പറഞ്ഞാലും മാതാവ്. പിന്നെ ഞങ്ങളുടെ മുമ്പിലും പുറകിൽ ഞാൻ എതിലെ പോയാലും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് അങ്ങനെ ഒരു ശീലമൊന്നും എനിക്കില്ലായിരുന്നു. ആരെങ്കിലും കൂട്ടില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പില്ലാതെ ഒരു കാര്യം ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി പ്രാർത്ഥന എടുത്ത പിന്നെ എവിടെ പോയി എന്ത് കാര്യം ചെയ്യണമെങ്കിലും നല്ലൊരു ധൈര്യം തമ്പുരാൻ തന്നു. പിന്നെ ഞാൻ എതിലെ പോയാലും മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്ത് ആപത്ത് വന്നാലും മാതാവ് അവിടെ എന്നെ താങ്ങി നിർത്താറുണ്ട്. എത്രയേറെ വിഷമങ്ങൾ വന്ന് കരഞ്ഞാലും ആ കാര്യം അമ്മ മാതാവ് എനിക്കൊരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കും. കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തനം 33:11 ശാശ്വതമായ പദ്ധതികളാണ് കർത്താവ് നമുക്കായിട്ട് തന്നിരിക്കുന്നത്. തലമുറകളോളം നിലനിൽക്കുന്ന ഒരു വലിയൊരു ഉടമ്പടിയാണ് ദൈവം തൻ്റെ ജനവുമായിട്ട്, തൻ്റെ തിരഞ്ഞെടുത്ത ജനവുമായിട്ട് ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും മനസ്സിലാകാത്ത സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി വിശ്വസിക്കാനുള്ള ഒരു വലിയൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ചിന്തകൾ മാറിയാലും നമ്മുടെ സാഹചര്യങ്ങൾ മാറിയാലും ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം മാറുന്നില്ല. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, അത് ശാശ്വതമായ ഒരു പദ്ധതിയാണ്.
വിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതി തലമുറകളോളം നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് അംബിക അശോകൻ നമ്മളോട് ഷെയർ ചെയ്തത്. ഈ സഹോദരി പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രാവശ്യം ഇടുവെന്ന് ഉടമ്പടി എടുത്ത ഉടനെ 10 സാക്ഷ്യങ്ങളാണ് ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞത്. ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. തലമുറകൾ തോറും നിലനിൽക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു വലിയൊരു ജീവിതമാണ് ഈ സഹോദരിയുടേത്. സഹോദരി പറഞ്ഞ പോലെ 3.5 വർഷത്തോളം മകൾക്ക് കുട്ടികളില്ലായിരുന്നു. ഒരു ആക്സിഡൻറ്റ് തുറന്ന് വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഈ മകള്. 3.5 വർഷം കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കുഞ്ഞിന് കൺസീവ് ആയത്. പിന്നീടുണ്ടായിരുന്ന ഡെലിവറിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വെരി ഡിഫിക്കൽട്ട് ടൈമാണ്. കാരണം പ്രസവിക്കാനുള്ള ശക്തിയില്ല അമ്മേ, സിസേറിയൻ പറ്റില്ല അമ്മേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അമ്മ ഇടപെട്ടാൽ മാത്രമേ ഈ മകൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ. ആക്സിഡൻറ്റിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു മകളാണിത്. ഒന്നും പറ്റാത്ത ഒരു മെറിറ്റും ഇല്ലാത്ത ഒരു മകൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സിസേറിയന് സാധിക്കില്ല, സാധാരണ പ്രസവവും സാധിക്കില്ല. പരിശുദ്ധ അമ്മയും ഈശോയുടെ കരങ്ങൾ പിടിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഡോക്ടേഴ്സ് പോലും അതിശയിച്ചു പോകുന്ന രീതിയിൽ ഈ മകൾക്കൊരു സുഖപ്രസവമാണ് ഈശോയും അമ്മയും കൊടുത്തത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒത്തിരി നോർമലായിട്ടുള്ളത് പറ്റില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ, നമുക്കുള്ള യോഗ്യതയില്ല, മെറിറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഈ മകൾക്ക് ഇന്ന് കുഞ്ഞു വാവയുമായിട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നു നിന്ന് നന്ദി പറയുവാൻ സാധിക്കുന്നത്. പിന്നീട് പറഞ്ഞ രോഗസൗഖ്യങ്ങളാണ്. 4 വർഷം നീണ്ടു നിന്ന ചെവി വേദനയും 14 വർഷം നീണ്ടു നിന്ന മുട്ടിന് താഴേക്കുള്ള ചൊറിച്ചിലുള്ള അസുഖവുമാണ്. വർഷങ്ങളുടെ കണക്കുകളാണ്. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ സമയവും വർഷങ്ങളും ഒന്നുമല്ല. പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ ഉടനടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച ഈ മക്കളെ തൊട്ട് സുഖപ്പെടുത്തുകയായിരുന്നു. എപ്പോഴും ഈ മകൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ, അമ്മയുടെ കയ്യിലുണ്ട് തൈലം എന്നാണ്. ഈ മക്കൾക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോഴും പല മെഡിസിൻസും പറഞ്ഞിരുന്നു, പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. എന്നാലും ഈ അമ്മയുടെ വിശ്വാസം, ഇനി ഒന്നും ചെയ്യേണ്ട, അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാമെന്നാണ്. ഓരോ അസുഖം വരുമ്പോഴും ഇതുതന്നെയാണ് ഈ അമ്മയുടെ പ്രാർത്ഥന, അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ, അമ്മയുടെ കയ്യിലുണ്ട് തൈലം. എല്ലാ മരുന്നിനും, എല്ലാ അസുഖത്തിനുള്ള മരുന്ന്, എല്ലാ അസുഖത്തിനുള്ള തൈലം പരിശുദ്ധ അമ്മയും ഈശോയും കൂടിയാണ് നമുക്ക് തരുന്നതെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഈ സഹോദരിക്കുള്ളത്. ആ വിശ്വാസമാണ് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. അവർക്കൊരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതി തലമുറകളോട് നിലനിൽക്കുന്നതാണ്, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതാണ്. ഈ മോള് പറഞ്ഞതുപോലെ എനിക്കുള്ള എൻ്റെ ആഗ്രഹം ഇനി അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ ആഴപ്പെടുത്താനുമാണ്. പിന്നീട് ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം. മകളും കൊച്ചുമോളോടെ വീണ് കഴിഞ്ഞപ്പോഴും അവരെ താങ്ങി നിർത്തി സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമുക്കുള്ളത്. നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മളെ താങ്ങി നിർത്തി നമ്മളെ സംരക്ഷിക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ എല്ലാ രോഗത്തിനുമുള്ള തൈലമാണ് അവരുടെ കയ്യിലുള്ളത്. നമുക്ക് വിശ്വാസം മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളുടെ നിമിഷങ്ങളിൽ, സമയങ്ങളിൽ നമുക്ക് ഓർക്കാം, നമ്മുടെ പദ്ധതികൾ എത്ര വലുതാണെങ്കിലും ഈശോയും അമ്മയും നമുക്കായി ഒരുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൽ വിശ്വസിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. അംബിക അശോകന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബവുമായി വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോയമ്മ. ഞാൻ കൊമ്മാടിയിൽ നിന്ന് വരുന്നു. ആറാട്ടുവഴി സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ് കുട്ടി. ഇതെൻ്റെ മകൾ, എൻ്റെ ഇളയ മക്കളാണ് 2 പേരും, ആൽഫിയ, ആപ്നർ. 2023 ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2011
എൻ്റെ ഹസ്ബൻഡ് നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയാണ് പറഞ്ഞത്, കലവൂര് ജോസഫ് എന്ന് പറയുന്ന ഒരച്ഛനുണ്ട്, ആ അച്ഛനെ പോയി കണ്ടാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടി ജോസഫ് അച്ഛനെ കാണാനായിട്ട് അന്വേഷിച്ച് കലവൂരെത്തി. ഇവിടെ എത്തി. ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ചോ ജോസഫ് അച്ഛനെക്കുറിച്ചോ ഒന്നും നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ പണി 2011 ഇവിടെ ഫ്രണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നൊരു ചേട്ടനോട് ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനെ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടൊക്കെ വരണം, അച്ഛൻ ഇവിടെയില്ല, വലിയ കലവൂര് പള്ളിയിലാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും, അവിടെ ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഒരു റൂമിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു. അടിച്ചപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു ജോസഫ് അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അത് അച്ഛൻ തന്നെയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് അച്ഛനോട് ഞങ്ങൾ നേവിയിൽ നിന്ന് റിട്ടയറായി, ജോലിയൊന്നുമില്ലാതെ നിൽക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ ഞങ്ങളുടെ രണ്ടാളുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് എല്ലാം ശരിയാകും, പോയിക്കോളൂ എന്ന് പറഞ്ഞ് വിട്ടു. ആ മാസം തന്നെ ഹസ്ബൻഡിന് ജൂനിയർ എൻജിനീയറായിട്ട് മർച്ചൻ്റ് നേവിയിൽ ജോലി ലഭിച്ചു. അന്ന് മുതൽ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2020 കൊറോണ ടൈമിൽ ഹസ്ബൻഡിന് സെക്കൻഡ് എൻജിനീയറിൻ്റെ ഒരു 4 മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് ചെയ്തു, വീട്ടിൽ നിന്ന് ഓൺലൈൻ കോഴ്സായിരുന്നു. ആ കോഴ്സ് ചെയ്തു. അതിൻ്റെ എക്സാം ഡേറ്റ് നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നീണ്ടുപോയപ്പോഴേക്കും വീടിൻ്റെ ഓൾറെഡി നേവിയിലായിരുന്നപ്പോൾ നമ്മൾ ലോൺ എടുത്താണ് വീട് വാങ്ങിയിരുന്നത്. ആ സമയത്ത് നമുക്ക് മുകളിലേക്ക് റൂം എടുക്കാം. എനിക്ക് 4 മക്കളാണുള്ളത്. അപ്പം കുട്ടികൾക്ക് താമസിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റി. അങ്ങനെ ലോൺ എടുത്ത് ഞങ്ങൾ എക്സ്റ്റൻഷൻ ചെയ്തു, മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോർ എടുത്തു. അപ്പോൾ ഒരു വലിയ എമൗണ്ട് ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടി വന്നു. അതിനുശേഷം ഹസ്ബൻഡ് 15 മാസത്തോളം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വർണം പണയം വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത ബാങ്ക് ലോണും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ ഫീസ് അതൊക്കെ ഇങ്ങനെ നടന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. എങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസ നമുക്ക് കിട്ടിയിരുന്നില്ല. ഈ ലോൺ അടയേണ്ടത് കൊണ്ട് നമ്മൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടോടെയാണ് കുറേ നാളുകൾ കടന്നുപോയത്. ഒത്തിരി വിഷമിച്ച് പോയ കുറേ കാലങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടി എടുക്കണം എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആദ്യത്തെ നിയോഗം വെച്ചത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത ആദ്യ മാസം തന്നെ ഹസ്ബൻഡിന് നല്ലൊരു കമ്പനിയിലേക്ക് കയറുകയും ഉയർന്ന പേയ്മെൻറ്റ് നൽകി ജോലി ലഭിച്ചു. അധികം താമസിക്കാതെ 1 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തു, ആ ഷിപ്പിൽ ജോലി ചെയ്തു. ഉടൻ തന്നെ നെക്സ്റ്റ് മന്തായപ്പം ആ കമ്പനിയുടെ തന്നെ വേറൊരു ഷിപ്പിലേക്ക് ഹസ്ബൻഡിനെ മാറ്റി അവിടെ അതിനേക്കാളും ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണ്. കുഞ്ഞിൻ്റെ 2 കൈകളുടെ മടക്കുകളിലും നിറയെ കുരുക്കൾ വന്നിട്ട് കുഞ്ഞിന് അസ്വസ്ഥതയായിരുന്നു, ചൊറിച്ചിലും അസ്വസ്ഥതയും. ഞങ്ങൾ പൊടിയും ഓയിൽമെൻറ്റൊക്കെ പുരട്ടിയെങ്കിലും അതിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മോന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മോൻ്റെ കയ്യിൽ പുരട്ടി ആദ്യത്തെ ദിവസം തന്നെ അതിൽ നല്ല കുറവ് തോന്നി. അപ്പം തന്നെ മോൻ പറഞ്ഞു, അമ്മ എന്നെ മാറി, എനിക്ക് എൻ്റെ നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 1 ദിവസം കൂടെ നമ്മളത് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സാധാരണ സ്കിന്ന് പോലെയായി, ഒരു പ്രശ്നവും ഇല്ലാതെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. അതാണ് ഒരു സാക്ഷ്യം. പിന്നെ മോളുടെ സാക്ഷ്യമാണ് അത്. മോൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഷൂ ഇടുമ്പോഴേക്കും മോൾക്ക് കാലിൽ ആണി രോഗമുണ്ടാവും, ഇങ്ങനെ വരുമായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഷൂ ഇട്ടുകൊണ്ട് പോകുക മോൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു, വേദനയാണ്. അങ്ങനെ സ്കൂളിൽ ടീച്ചേഴ്സാണേലും കുട്ടികളാണേലും ഷൂ ഇടാതെ വരുമ്പോൾ ഇങ്ങനെ തിരക്കുന്നതൊക്കെ മോൾക്ക് മാനസികമായിട്ട് ഒരുപാട് മോൾ ബുദ്ധിമുട്ടിയിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാനൊരു സാക്ഷ്യം കണ്ടു. അസംബ്ലിയിൽ ഷൂ ഇട്ടുകൊണ്ട് മോൾക്ക് ക്ലാസ്സിൽ പോകുമ്പം ഷൂ ഇടുന്നില്ലെങ്കിലും മോൾ അസംബ്ലിയിൽ പ്രയർ സോങ് പാടുന്നുണ്ട്. അപ്പോൾ അതിന് കയറുന്ന ദിവസങ്ങളിൽ മോൾക്ക് ഷൂ കമ്പൽസറിയാണ്. അങ്ങനെ ഇട്ടുകൊണ്ട് പോകുമ്പോഴേക്കും മോൾക്ക് കാലിൽ വേദന ഉണ്ടാകാറുണ്ട്. അങ്ങനെ 2023 ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വട്ടം ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. അതായത് അവരുടെ കാലിൽ ആണിരോഗം ഉണ്ടായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടി, വർഷങ്ങളായിട്ടുള്ള ആണിരോഗമാണ്. അവർ വിശുദ്ധ തിരി ഉരുക്കി ഒഴിച്ച് ആ ആണിയിലേക്ക് ഒഴിച്ചപ്പോൾ അത് അടർന്നു പോയി അവർക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള ഒരു വലിയ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് മോൾക്കും അതുപോലെ ചെയ്താൽ മാറുമെന്ന് ഞാൻ കരുതിയിട്ട് മോളുടെ കാല് ആ സമയത്ത് ശരിക്കും ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കണ്ടാൽ ഒരു പേടിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സമയത്ത് കുഞ്ഞുറങ്ങുമ്പോൾ മാത്രമേ ഞാൻ തൊടാറുള്ളൂ. അങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാനിങ്ങനെ തിരിയൊക്കെ എടുത്തു വെച്ച് കത്തിച്ച് ഒഴിക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ മനസ്സിൽ പറ്റിയില്ല. കുഞ്ഞിന് നൊന്താലോ വേദനിച്ചാലോ എന്ന് ഞാൻ കരുതി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ ഉരുക്കി ഒഴിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ എണ്ണ പെരട്ടി മാതാവിൻ്റെ തൈലം പെരട്ടി പ്രാർത്ഥിച്ചോളാം എന്ന് കരുതി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം അവൾ ഉറങ്ങുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 3 ആഴ്ചയോളം ഞാൻ ഇങ്ങനെ ചെയ്തു. ഇടയ്ക്ക് ഇവള് അസംബ്ലിയിൽ കയറുമ്പോൾ ഷൂ ഇടുന്നത് കൊണ്ട് വീണ്ടും അത് വരും, വീണ്ടും അത് പൂർണ്ണമായിട്ടും മാറും. അങ്ങനെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ അത് എപ്പോഴാണ് വന്നിട്ടേ ഇല്ല. പിന്നെ അടുത്ത വർഷമായി 2 വർഷമായിട്ട് കുഞ്ഞ് ഷൂ ഉപയോഗിച്ച് തന്നെയാണ് സ്കൂളിൽ പോകുന്നത്. പിന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഹസ്ബൻഡിൻ്റെ ഒരു എക്സാം, ഒരു സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ എക്സാം പാസ്സാകുന്നതിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്, അത് ഹസ്ബൻഡ് പറയും. ഈ കൊറോണ സമയത്ത് ഞാനൊരു കോഴ്സ് ചെയ്തല്ലോ, ഈ 4 മാസം. അതിൻ്റെ റിട്ടേൺ എക്സാം ഞാൻ 2 അറ്റംപ്റ്റിലാണ് പാസ്സാകാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇത് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്ക് ഓറൽ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിയോഗം വെച്ചിരുന്നു വൈഫ്. അപ്പം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് 3 പേപ്പർ മാത്രമേ കിട്ടിയുള്ളൂ, ഒരെണ്ണം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എക്സാം ബുക്ക് ചെയ്തിട്ട് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്ത് 1 മാസത്തേക്ക് ജോയിൻ ചെയ്ത്. അപ്പം കറക്റ്റ് ഡേറ്റ് ആകുമ്പോഴത്തേക്ക് എക്സാമിന് വിടാമെന്നുള്ള ഒരു കണ്ടീഷനിൽ ജോയിൻ ചെയ്ത് കറക്റ്റ് ഡേറ്റ് ആയപ്പോൾ എന്നെ എക്സാമിന് വിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പം ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴും അപ്പോൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്തപ്പം എന്നെ ഗൈഡ് ചെയ്തതിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞൊന്നും ഇട്ടില്ലായിരുന്നു, നമ്മൾ എക്സാമിന് പോകുമ്പോഴത്തേക്ക് ടൈ ഒക്കെ കെട്ടിയാണ് ചെല്ലേണ്ടതെന്ന്. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ എക്സാമിനർ എന്നോടൊന്നും ചോദിച്ചില്ല എന്താ ടൈ കെട്ടാത്തോ, അവരൊന്നും ചോദിച്ചില്ല. അപ്പം ആ ഒരു ഇതിൽ തന്നെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ടൈ ഒന്നും കെട്ടാതാണ് അറ്റംപ്റ്റ് ചെയ്തത്. ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ ആ അതിൽ വന്ന ഒരു എക്സാമിനർ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഫയർ ചെയ്ത്. അത് കേട്ട് കഴിഞ്ഞപ്പം ഞാനൊരു 0 ആയി മാറി. ഞാൻ പഠിച്ചതും എല്ലാം മറന്നുപോയി, എനിക്കൊന്നും അറിയത്തില്ല. അത് എക്സാമിൽ എന്തൊക്കെ എന്നോട് ചോദിച്ചെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തെന്നൊക്കെ പറഞ്ഞെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ എക്സാം ഒരു അരമണിക്കൂർ കാണും, ഒരു 10-20 ക്വസ്റ്റ്യൻ ചോദിക്കും. അരമണിക്കൂർ അത് ഞാനിങ്ങനെ വെറും ബ്ലൈൻഡായിട്ട് എന്തൊക്കെയോ ആ ഒരു സമയം എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് അവർ പറയും ക്വിറ്റ് ആകാൻ പറയും, എക്സിറ്റ് ആകാൻ പറയും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറയും. അപ്പം ആ സമയത്ത് ഈ എക്സാമിനേഴ്സ് ഡിസൈഡ് ചെയ്യും ഇവനെ പാസ്സാക്കണോ വേണ്ടയോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ 5 മിനിറ്റ് അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ക്വസ്റ്റ്യൻ പോലും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെല്ലാവരും മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കയ്യിലാണ്. ഞാൻ ആ കാശുരൂപത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ നാണം കെടുത്തരുതെന്ന് പറഞ്ഞു. ഈ നാണം കെടുത്തരുതെന്ന് പറഞ്ഞത് ആരുടെ മുന്നിലാന്ന് ഇന്നും എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ അവർ റീജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അതിൽ. അപ്പം സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ അവർ റീജോയിനിങ് നമ്മളെ നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫെയിലാണോ
അതോ പാസ്സാണോ എന്ന് അവർ പറയും. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അവർ നെക്സ്റ്റ് ആളുടെ എക്സാമിലേക്ക് പോകത്തുള്ളൂ. പക്ഷേ എൻ്റെ കേസിൽ വന്നപ്പോഴത്തേക്ക് അവർ നെക്സ്റ്റ് ആളിൻ്റെ എക്സാം എടുത്തതാണോ അതെനിക്ക് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോയിനിങ് തന്നത്. അപ്പം ഞാൻ അവർ ജോയിനിങ് തന്നിട്ട് എന്നോട് പറഞ്ഞ് നീ പാസ്സായെന്ന് പറഞ്ഞു. അപ്പം പാസ്സായെന്ന് പറഞ്ഞപ്പം ദൈവം എന്നെ കാണിച്ചു തരുമായിരുന്നു, നിൻ്റെ കഴിവുണ്ടല്ല, ഇതൊക്കെ എൻ്റെ ദാനമാണ്. ഇങ്ങനെയൊക്കെ എന്നെ നടത്തുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആൽഫിയ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ സ്കൂളിൽ പാട്ട് കോമ്പറ്റീഷനൊക്കെ പാടാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ഫസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. അമ്മച്ചി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉപ്പുമൊക്കെ ആയിട്ട് ഇൻ്റർ സ്കൂൾ 10-15 സ്കൂളുള്ള സിംഗിങ് കോമ്പറ്റീഷന് പോയി. അവിടെ എനിക്ക് ഫസ്റ്റ് കിട്ടുകയും 2 വർഷം അടുപ്പിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഫൊറോനയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ അതിരൂപതയിൽ പോകാനുള്ളൊരവസരവും കിട്ടി. അതിരൂപതയിൽ എനിക്ക് 3rd കിട്ടുകയും ചെയ്തു. എൻ്റെ അനിയനും പാട്ട് പാടും. അവന് ഈ വർഷം ഫൊറോനയിൽ ഫസ്റ്റ് കിട്ടുകയും അതിരൂപതയിൽ 2nd കിട്ടുകയും ചെയ്തു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3ൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു. 1000 കുട്ടികളിൽ നിന്നും 37 പേര് വരെയുള്ളതിനകത്ത് ഞാൻ സെലക്റ്റായി. ഇപ്പോൾ ഞാൻ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3ലെ ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇനിയും ഈശോയും പരിശുദ്ധമ്മയും എനിക്ക് 1000 അനുഗ്രഹം തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നോട് ആര് സഹായം ചോദിച്ചാലും കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പാവപ്പെട്ടവർക്ക് തുണി ഒക്കെ ചോദിച്ചു വരുന്നവർക്ക് തുണികൾ നൽകാറുണ്ട്. ശാന്തി ഭവനിൽ നമ്മൾ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ ഡിസംബർ 11 എൻ്റെയും മോൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഞങ്ങൾ അവരോടൊപ്പം കേക്ക് കട്ട് ചെയ്യുകയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് നമ്മളിവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങുകയും ദൂരെ ഓരോ സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പരിചയമില്ലാത്ത ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അടുത്തുള്ള അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം എല്ലാം ഓൺലൈനായിട്ട് കൂടാറുണ്ട്. സാക്ഷ്യങ്ങൾ ഡെയിലി പണ്ടൊന്നും ഞാനൊന്നും അങ്ങനെ അധികം കേൾക്കില്ലായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 6-7 സാക്ഷ്യങ്ങളൊക്കെ വെച്ച് ചെയ്യും. അതുപോലെ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും, അല്ലെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, അതുപോലെ മനസ്താവ പ്രകരണം, അങ്ങനെ എപ്പോഴും എന്തെങ്കിലും പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഓരോ പണികൾ വീട്ടിലൊറ്റയ്ക്കാകുമ്പോൾ ചെയ്യുന്ന പണികളിലെല്ലാം പ്രാർത്ഥനകൾ ചെയ്യാനായിട്ടൊക്കെ ഉള്ള അനുഗ്രഹം കിട്ടിയത് പ്രാർത്ഥനയോടുകൂടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഉള്ളിൽ വരുന്നത്. അങ്ങനെ ഒരവസരം ഉണ്ടായത് തന്നെ ഈ ഉടമ്പടിയിലായതുകൊണ്ട് മാത്രമാണ്. അതുപോലെ ബൈബിൾ വായന രാവിലെയും ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ രാവിലെ വൈകിട്ടും കറക്റ്റായിട്ട് വായിക്കുമായിരുന്നു. ഇടയ്ക്ക് ഉടമ്പടിയിൽ ഉഴപ്പി ബൈബിൾ വായന ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കുറവ് നികത്താൻ വേണ്ടി വായിക്കും. അല്ലെങ്കിൽ ഞാൻ ഓഡിയോ പണി ചെയ്യുന്ന സമയത്ത് ഓഡിയോ ഇടും, ബൈബിൾ ഉറക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്യും. അങ്ങനെയൊക്കെ എപ്പോഴും ദൈവവചനം കേൾക്കുക, അങ്ങനെ കൂടുതൽ സമയം ഞാൻ കണ്ടെത്താൻ തുടങ്ങിയത് ഉടമ്പടിയിലായതിനു ശേഷമാണ്. അങ്ങനെ ആത്മീയമായിട്ട് ഉയർന്നത് ഈ ഉടമ്പടി ജീവിതത്തിലാണ്. ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതിലും കൂടുതൽ മാതാവിലും ഈശോയിലും ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനിയും തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 6-ാം തിരുവചനം. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ജോയമ്മയും ജോസുകുട്ടിയും അവരുടെ കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഇവരുടെ ജീവിതത്തിൽ
ഉണ്ടായ എല്ലാ അത്ഭുതങ്ങളും തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലോടുകൂടി ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉടമ്പടി കണ്ടൻറ്റുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വലിയ സാക്ഷ്യമാണിത്. ഇവരുടെ ആദ്യമായി ജോസഫ് അച്ഛനെ കാണുവാൻ ഇവർ വളരെ ദൂരം സഞ്ചരിച്ച് ജോസഫ് അച്ഛനെ കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് മെർച്ചൻ്റ് നേവിയിലേക്ക് പ്രൊമോഷൻ കിട്ടിയതായി, ജോലി ലഭിച്ചതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിനുണ്ടായ തടസ്സങ്ങളും ജീവിതത്തിൽ ഒരു വലിയ ബിഗ് സീറോ ആയി നിന്നപ്പോഴാണ് ഈശോ അദ്ദേഹത്തെ എടുത്തുയർത്തിയത്. അദ്ദേഹം തന്നെ ഏറ്റുപറയുന്നു, ഉടമ്പടി കാശുരൂപം, നമുക്കറിയാം ഉടമ്പടി കാശുരൂപം പരിശുദ്ധ അമ്മയുടെ ജീവനുള്ള സാമീപ്യമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി കാശുരൂപം നാം മുറുകെ പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ജോസ് കുട്ടി എന്ന സഹോദരനുണ്ടായതും അത് തന്നെയാണ്. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഈ ജോലി എനിക്കിനി ലഭിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തെ ഈശോ എടുത്തുയർത്തിയ ഒരു വലിയ സാക്ഷ്യം അദ്ദേഹം തന്നെ വളരെ സന്തോഷത്തോടുകൂടി വളരെ കണ്ണു നിറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്ത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ മക്കളുടെ എല്ലാ അനാരോഗ്യങ്ങളിലും അസ്വസ്ഥതകളിലും ഉടമ്പടി തൈലവും നേർച്ചവസ്തുക്കളും ഉപയോഗിച്ച് അവർക്ക് സൗഖ്യം ലഭിച്ചതായി അവർ പറയുന്നു. മക്കളുടെ ജീവിതത്തിലെ വലിയ വലിയ ഉയർച്ചകൾ അവർക്ക് പാട്ടുപാടുവാനും അവരുടെ സെലക്ഷൻ ഇന്ന് വോയിസ് ഗുഡ്നെസ്സിലേക്ക് അവരെ സെലക്ട് ചെയ്ത് ഇന്ന് 1000 കുട്ടികളിൽ നിന്ന് 37 കുട്ടികളായിട്ടുള്ള ലാസ്റ്റ് എലിമിനേറ്റ് റൗണ്ടിലേക്കാണ് ഇന്ന് ഈ കുഞ്ഞുമോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്കറിയാം ഗുഡ്നെസ് TV ഈശോയ്ക്ക് വേണ്ടി പാടുന്ന, ഈശോയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു നല്ല ചാനലാണ്. ഈശോയ്ക്ക് വേണ്ടി അവർ ഏറ്റുപറയുമ്പോഴാണ്, നാം ഈശോയുടെ നാമം ഏറ്റുപറയുമ്പോഴാണ് ഈശോ നമ്മെക്കുറിച്ച് ഏറ്റുപറയുന്നത്. പിതാവിൻ്റെ മുമ്പിൽ നമ്മെ ഏറ്റുപറയുവാനുള്ള ഒരു ആസ്തി ഇന്നിവർ സമ്പാദിച്ചിരിക്കുകയാണ്. ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടിയുള്ള, ഈശോയ്ക്ക് വേണ്ടി നാം എന്തെല്ലാം സമ്പാദിക്കുന്നുവോ ആ ആസ്തി നമുക്ക് തന്നെ തിരിച്ചു നൽകുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണിത്. ഒരിക്കലും ഈശോ നമ്മെ കൈവിടുകയില്ല. കാരണം നാം ഉടമ്പടിയിലാണ്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഉടമ്പടി നമുക്ക് ഉറപ്പ് നൽകുന്നത് ഉടൻ പരിഹാരമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. എന്തെങ്കിലും നാം ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അനുരഞ്ജനമാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുരഞ്ജനം കൂടാതെ അനുഗ്രഹം സാധ്യമല്ല എന്നാണ്. നമുക്കെപ്പോഴും ഈശോയുമായി നമ്മുടെ സഹോദരങ്ങളുമായി അനുരഞ്ജനപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഉടമ്പടി ഒരിക്കലും രാഗ് ചെയ്യില്ല എന്നാണ് ഈ കുടുംബം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ഇവരുടെ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി